Life is nothing but a celebration of events. ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു ഇവൻറ്റിൻ്റെ വീഡിയോ ആയിട്ടല്ല നമ്മൾ ഈ തവണ വന്നിരിക്കുന്നത്. എന്നാൽ വരാൻ പോകുന്ന ഒരു നല്ല ഓണം എന്ന സെലിബ്രേഷന് മുന്നായിട്ടായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പള്ളിച്ചെല്ല് കുറണ്ടിവിള 16-ാം വാർഡിൽ അവരൊരു ജമന്തി പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്കതൊരു 5 ഏക്കറോളം ഭൂവിസ്തൃതിയിലാണ് അത് വന്നിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറി അത് എങ്ങനെയാണെന്ന് നോക്കാം. 5 ഏക്കറോളം വരുന്ന ഒരു ഭൂപ്രദേശമാണ് ഒരു ജമന്തി കൃഷിക്കായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ ഇത് മുൻകാലങ്ങളിൽ ഇത് നല്ല കാട് പിടിച്ച് നടന്ന ഒരു ഏരിയയാണ്. നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോൾ സുനിച്ചേട്ടനാണ്. ചേട്ടൻ ഇവിടെ പഞ്ചായത്തിൻ്റെ പ്രതിനിധീകരിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നതാണ്. ഹായ്, നമസ്കാരം. ഞാൻ CR സുനു, നമ്മുടെ പള്ളിച്ചൽ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. നമ്മുടെ പള്ളിച്ചൽ പഞ്ചായത്ത് വാസ്തവത്തിൽ ഈ ഓണത്തിന് ഒരു പൂന്തോട്ടമായി മാറിയിരിക്കുകയാണ് പള്ളിച്ചൽ പഞ്ചായത്ത്. നമ്മുടെ പള്ളിച്ചൽ പഞ്ചായത്ത് 23 ഏക്കറോളം സ്ഥലത്താണ് നമ്മൾ ജമന്തി കൃഷി ചെയ്തത്. പക്ഷേ ഇതിവിടെ നിൽക്കുന്നത് ഞാൻ കുറണ്ടിവിള പഞ്ചായത്തിൻ്റെ കുറണ്ടിവിള വാർഡിലാണ്. ഈ വാർഡിലെ ഈ സ്ഥലം ഒരു 5 ഏക്കറിലധികം സ്ഥലത്താണ് നമ്മൾ ജമന്തി കൃഷി ചെയ്യുന്നത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ വിജയൻ മെമ്പറുടെ നേതൃത്വത്തിലാണ് ഈ കുറണ്ടിവിള വാർഡിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ, കുടുംബശ്രീ ഭാരവാഹികൾ, അങ്ങനെ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു നല്ല ഒരു യജ്ഞത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ കാണുന്ന ഈ ജമന്തി കൃഷി. നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ 23 വാർഡുകളിലുമായി ഏകദേശം 10-25ഓളം ഏക്കർ സ്ഥലത്താണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ കാട്ടാക്കട MLA ശ്രീ IB സതീഷ് അവറുകളുടെ അതിന് പ്രത്യേകിച്ചുള്ള ഒരു മെസ്സേജ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ, നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ രണ്ടാമത് നമ്മുടെ ഏത് കാര്യത്തിനും നമ്മൾ ഒരു സ്വയം പര്യാപ്തത, കാട്ടാക്കട മണ്ഡലം ഒരു സ്വയം പര്യാപ്ത മണ്ഡലമായിട്ട് മാറണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും കൂടി മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ പള്ളിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി T മല്ലികയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇത്തരത്തിലുള്ള ഇതൊരു വലിയ ഒരു യജ്ഞത്തിലേക്ക് നമ്മൾ പോയത്. തീർച്ചയായിട്ടും വിജയം കൈവരിച്ചിരിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് വിട്ട് നിരവധി ആളുകൾ ഇങ്ങനെ സന്ദർശകരായി വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഈ ഒരു ജമന്തി കൃഷി, നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ എന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഉടനീളമുള്ള ആളുകൾക്കും മറ്റെല്ലാ ആളുകൾക്കും വാങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിപണി കൂടെ നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പള്ളിച്ചൽ പഞ്ചായത്ത് ഈ രംഗത്ത് ഒരു മാതൃകയായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കുടുംബശ്രീയിലെയും അതുപോലെ തൊഴിലുറപ്പിലെയും ചേച്ചിമാരും നമ്മുടെ കുറണ്ടിവിള പഞ്ചായത്തിലെ അംഗങ്ങളും നമുക്കൊരു നല്ല മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാവരും പിന്തുടരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓണം നമ്മളുടെ പൂക്കൾ എന്ന് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അവരുടെ ഒരു ആപ്തവാക്യം പോലെ അവർ പറഞ്ഞ പോലെ നമുക്കും അത് തന്നെ പിന്തുടരാം. കൂടുതൽ കാലങ്ങളിൽ അല്ലെങ്കിൽ വരും ഓണങ്ങളിൽ നമ്മുടെ നാട്ടിലേക്കുള്ള പൂക്കളത്തിനായാലും നമ്മുടെ ആഘോഷങ്ങൾക്കായാലും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പൂവെടുക്കാൻ കഴിയട്ടെ. പൂവ് മാത്രമല്ല, പച്ചക്കറികളായാലും അരിയായാലും എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാൻ കഴിയട്ടെ. ഇതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു പൂർണ്ണമായ ഒരു പിന്തുണ നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക. ബാക്കി പുതിയ ഈവൻറ്റുകളും നല്ല നല്ല ആഘോഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.